പ്രിയതുകാർ സുഹൃത്തുക്കളെ, കേരള ഗവൺമെന്റ്സിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ. ദേശീയ ദുരന്ത നിവാരണ നയം പഠിച്ചു, സംസ്ഥാന ദുരന്ത നിവാരണ നയം പഠിച്ചു. ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിന് കീഴിലുള്ള പ്രധാന വസ്തുതകൾ. സംസ്ഥാന കാര്യനിർവഹണ സമിതി അഥവാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. പ്രധാന ചുമതല എന്ന് പറയുന്നത് ദേശീയ സംസ്ഥാന അതോറിറ്റികളുടെ പദ്ധതികൾ നടപ്പിലാക്കുക. അതായത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, സംസ്ഥാന കാര്യനിർവഹണ സമിതിയാണ്. ഓക്കെ. അപ്പൊ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് കേരള സംസ്ഥാന കാര്യനിർവഹണ സമിതി. പ്രധാന ചുമതല എന്താണ്? ദേശീയ സംസ്ഥാന അതോറിറ്റികളുടെ പദ്ധതികൾ അഥവാ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കുക. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കുക. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുക. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുക. ഈ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി ആയിരിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമായ സംസ്ഥാന കാര്യനിർവഹണ സമിതി അഥവാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ചീഫ് സെക്രട്ടറി ആയിരിക്കും. സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 20/1 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണെങ്കിലോ വകുപ്പ് 3/1, 3/1 തൊട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ വകുപ്പ് തൊട്ട് 13 വരെ പറയുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത് 14 വകുപ്പ് മുതൽ 24 വകുപ്പ് വരെയാണ്. അതിൽ 20/1 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സംസ്ഥാന കാര്യനിർവഹണ സമിതി അഥവാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കുറിച്ച് പറയുക. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ചീഫ് സെക്രട്ടറി ആയിരിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. രണ്ടും നമ്മൾ മാറിപ്പോകരുത്. ഓക്കെ. അപ്പൊ സംസ്ഥാന കാര്യനിർവഹണ സമിതി അഥവാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനം. ദേശീയ സംസ്ഥാന അതോറിറ്റികളുടെ പദ്ധതികൾ നടപ്പിലാക്കുക, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കുക. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുന്നു. ചെയർമാൻ ചീഫ് സെക്രട്ടറി ആയിരിക്കും. രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 20/1. സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം അഥവാ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന സാങ്കേതിക വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന സാങ്കേതിക വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ആവശ്യമായ ഏതൊരു രേഖയും ആവശ്യപ്പെടുവാനും അല്ലെങ്കിൽ ശേഖരിക്കുവാനും ഉപയോഗിക്കുവാനും ആർക്ക് അധികാരമുണ്ട്? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന് അനുമതിയുണ്ട്. ചില സർക്കാർ സംബന്ധമായ പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു വകുപ്പിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തതിന് ശേഷം മാത്രമേ ലഭിക്കത്തുള്ളൂ. ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർക്കില്ല? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിനില്ല. ഏതെങ്കിലും ദുരന്തമുണ്ടാകുന്ന കാലഘട്ടത്ത് സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു വെഹിക്കിളിന്റെ നമ്പർ വേണം, അത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ട് അവർ തിരിച്ചു കൊടുക്കണം അല്ലെ. പക്ഷേ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന് അങ്ങനെ റിക്വസ്റ്റ് ഒന്നും കൊടുക്കേണ്ട. ഏതൊരു ഡിപ്പാർട്ട്മെന്റിന്റെയും വിവരങ്ങൾ ശേഖരിക്കുവാനും ഉപയോഗിക്കുവാനും അധികാരമുണ്ടായിരിക്കും. ഓക്കെ. അത് അധികാരത്തെക്കുറിച്ച് പറയുക. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ആവശ്യമായ ഏതൊരു രേഖയും ആവശ്യപ്പെടുവാനും ശേഖരിക്കുവാനും ഉപയോഗിക്കുവാനും അധികാരമുണ്ട്. ഇനി ചുമതലകൾ എന്താണ്? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ചുമതല എന്ന് പരിശോധിക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഖ്യ സംവിധാനമായി പ്രവർത്തിക്കുക. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഖ്യ സംവിധാനം എന്താണ്? മുഖ്യ പ്രവർത്തന സംവിധാനം എന്താണ് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് എമർജൻസി സെന്റർ എന്ന് പറയണം. സ്റ്റേറ്റ് എമർജൻസി സെന്റർ എന്ന് പറയണം. ശരിയല്ലേ? സ്റ്റേറ്റ് എമർജൻസി സെന്റർ എന്ന് പറയണം. ഇനി അടുത്ത് പറയുന്നു,
കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യമായ കേന്ദ്ര സഹായങ്ങൾ ലഭ്യമാക്കുക. അതായത് നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഉണ്ടല്ലേ, NDR. NDRFുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സംസ്ഥാനത്ത് ലഭ്യമാക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാരാണ്? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യമായ കേന്ദ്ര സഹായങ്ങൾ ലഭ്യമാക്കുക. സംസ്ഥാന തലത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ തല പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു സാങ്കേതിക വിഭാഗം. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ആവശ്യമായ രേഖകൾ ആവശ്യപ്പെടുവാനും ശേഖരിക്കുവാനും ഉപയോഗിക്കുവാനും ആർക്ക് അവകാശമുണ്ട്? സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന് അവകാശമുണ്ട്. ക്ലിയർ ആണേ? ഇനി നമ്മൾ പറയുന്നു പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഖ്യ സംവിധാനമായി പ്രവർത്തിക്കുക, കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുക, സംസ്ഥാന തലത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുക. ഇനി അടുത്ത് പറയുന്നു സ്റ്റേറ്റ് എമർജൻസി സെന്ററിന്റെ ലക്ഷ്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുക. ഇതുവരെ പഠിച്ചെന്താ? ചുമതലകളാണ്. ഇനി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങൾ സംസ്ഥാനത്തെ ദുരന്ത സാധ്യതകളുടെ നിരന്തരമായ അപഗ്രഥനം ഉണ്ടാകണം, ദുരന്ത പ്രവചന സാങ്കേതിക വിദ്യകളുടെ വികസനം ഉണ്ടാകണം, സംസ്ഥാനത്തെ ദുരന്ത സാധ്യതകളുടെ നിരന്തരമായ അപഗ്രഥനം ഉണ്ടാകണം, ദുരന്ത പ്രവചന സാങ്കേതിക വിദ്യയുടെ വികസനം അഥവാ ദുരന്ത മുന്നറിയിപ്പ് സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് നിരന്തരമായി പ്രയത്നിക്കണം, ദുരന്ത സാധ്യതകൾ പരിശോധിക്കണം, ദുരന്ത പ്രവചന അല്ലെങ്കിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ സാങ്കേതിക വികസനം ഉണ്ടാകണം, ദുരന്ത വിവരശേഖരണം, ദുരന്തമുണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട കൃത്യവും ആധികാരികവുമായ വിവരശേഖരണം, ദുരന്ത ലഘൂകരണ ഗവേഷണം. ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തം വളരെ ലളിതമായി വളരെ വേഗം എങ്ങനെ ലഘൂകരിക്കാനായിട്ട് കഴിയും, എങ്ങനെ അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് കഴിയും, ഇതൊക്കെ പരിശോധിച്ചുറപ്പിക്കണം. സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ പ്ലാനുകൾ തയ്യാറാക്കുക, സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ പദ്ധതികൾ തയ്യാറാക്കുക, അടിയന്തരഘട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ദുരന്തങ്ങളെ സംബന്ധിച്ച് മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക. ഇപ്പൊ കേരളത്തില് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള ദുരന്തങ്ങൾ ദേശീയ ദുരന്തങ്ങൾ, അത്തരം ദുരന്തങ്ങൾ ഫോർ എക്സാമ്പിൾ ഉരുൾപൊട്ടലായിക്കോട്ടെ, മേഘവിസ്ഫോടനമായിക്കോട്ടെ, ഹിമപാതമായിക്കോട്ടെ, അങ്ങനെയുള്ള ദേശീയ ദുരന്തങ്ങൾ കേരളത്തിൽ നടന്നാൽ അതിന് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട്, കാരണം ദേശീയ ദുരന്തങ്ങൾക്ക് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നമുക്ക് ധനസഹായം കിട്ടും അല്ലെ, അതിനുവേണ്ടിയുള്ള മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ടതും ആരാണ്? എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ്. അപ്പോൾ എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ സംസ്ഥാനത്തെ ദുരന്ത സാധ്യതകളുടെ നിരന്തര അപഗ്രഥനം, ദുരന്ത പ്രവചന സാങ്കേതിക വിദ്യകളുടെ വികസനം, ദുരന്ത വിവരശേഖരണം, ദുരന്ത ലഘൂകരണ ഗവേഷണം, സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ പദ്ധതികൾ തയ്യാറാക്കുക, അടിയന്തരഘട്ട പ്രവർത്തനം ഏകോപനം, ദുരന്തങ്ങൾ സംബന്ധിച്ച് മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും വേണം. ഓക്കെ അല്ലേ? അപ്പോൾ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന സാങ്കേതിക വിഭാഗം, ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ആവശ്യമായ ഏതൊരു രേഖയും ആവശ്യപ്പെടുവാനും ശേഖരിക്കുവാനും ഉപയോഗിക്കുവാനും അധികാരമുണ്ട്. പ്രധാന ചുമതലകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഖ്യ സംവിധാനമായി പ്രവർത്തിക്കുക, കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അതായത് കേന്ദ്ര സഹായങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കൽ, സംസ്ഥാന തലത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ. പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? സംസ്ഥാനത്തെ ദുരന്ത സാധ്യതകളുടെ നിരന്തരമായ അപഗ്രഥനം, ദുരന്ത പ്രവചന സാങ്കേതിക വിദ്യയുടെ വികസനം, ദുരന്ത വിവരശേഖരണം, ദുരന്ത ലഘൂകരണ ഗവേഷണം, സംസ്ഥാനതല ജില്ലാതല ദുരന്ത നിവാരണ പദ്ധതികൾ തയ്യാറാക്കുക, അടിയന്തരഘട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ദുരന്തങ്ങൾ സംബന്ധിച്ച് മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും വേണം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? യെസ്, ഇതുകൊണ്ടാണ് നമ്മൾ പഠിച്ചേ. സംസ്ഥാന കാര്യനിർവഹണ സമിതി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം.
പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാ? ദേശീയ സംസ്ഥാന അതോറിറ്റികളുടെ പദ്ധതികൾ നടപ്പിലാക്കുക, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കുക, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുക. പിന്നെ പറയുന്നു, സംസ്ഥാനതല കാര്യനിർവഹണ സമിതിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ചീഫ് സെക്രട്ടറി ആയിരിക്കും. സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട 2005 ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 20/1. സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം അഥവാ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന സാങ്കേതിക വിഭാഗം. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ആവശ്യമായ ഏതൊരു രേഖയും ആവശ്യപ്പെടുവാനും ശേഖരിക്കുവാനും ഉപയോഗിക്കുവാനും അധികാരമുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഖ്യ സംവിധാനമായി പ്രവർത്തിക്കുന്നു. കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യമായ കേന്ദ്ര സഹായങ്ങൾ ലഭ്യമാക്കുന്നു. സംസ്ഥാന തലത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ്. സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ദുരന്ത സാധ്യതകളുടെ നിരന്തരമായ അപഗ്രഥനം, ദുരന്ത പ്രവചന സാങ്കേതിക വിദ്യകളുടെ വികസനം, ദുരന്ത വിവരശേഖരണം, ദുരന്ത ലഘൂകരണ ഗവേഷണം, സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ പദ്ധതികൾ തയ്യാറാക്കുക, അടിയന്തരഘട്ട പ്രവർത്തന ഏകോപനം, ദുരന്തങ്ങൾ സംബന്ധിച്ച് മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും വേണം. ഇനി അടുത്ത് പറയുന്നു, സംസ്ഥാനതല ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം. സംസ്ഥാനതല ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം. റെസ്പോൺസിബിൾ ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആയിരിക്കും. സംസ്ഥാനതല ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം, റെസ്പോൺസിബിൾ ഓഫീസർ ചീഫ് സെക്രട്ടറി, അതായത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി. ഇൻസിഡന്റ് കമാൻഡർ സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണർ. റെസ്പോൺസിബിൾ ഓഫീസർ ചീഫ് സെക്രട്ടറി ആയിരിക്കും. അതിന്റെ കീഴിലുള്ള സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണറാണ് പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നിർവഹിക്കുക, അല്ലെങ്കിൽ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുക. ഇൻസിഡന്റ് കമാൻഡർ ആ ജോലി ഏറ്റെടുക്കുന്നത്, ജോലി ചെയ്യുന്നത് ആരായിരിക്കും? സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണർ ആയിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ പറയുന്നു, സംസ്ഥാന അടിയന്തരഘട്ട കമാൻഡറായി നിർണയിക്കപ്പെട്ടിട്ടുള്ളവര്, സംസ്ഥാന അടിയന്തരഘട്ട കമാൻഡറായി നിർണയിക്കപ്പെട്ടിട്ടുള്ളവര് ചീഫ് സെക്രട്ടറിയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ്. ഓക്കെ, സംസ്ഥാന അടിയന്തരഘട്ട കമാൻഡറായി നിർണയിക്കപ്പെട്ടിട്ടുള്ളവര്, അതായത് ചീഫ് സെക്രട്ടറിയുടെ അഭാവത്തിൽ ഇൻസിഡന്റ് ഓഫീസറായിട്ട് ആരൊക്കെ പ്രവർത്തിക്കണം? ഒന്നുകിൽ ചീഫ് സെക്രട്ടറി, അതോടൊപ്പം ആരുണ്ടാവണം? ദുരന്ത നിവാരണ വകുപ്പിന്റെ അല്ലെങ്കിൽ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും. ഓക്കെ, സംസ്ഥാന ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും എന്തായിട്ട് പ്രവർത്തിക്കണം? റെസ്പോൺസിബിൾ കമാൻഡർമാരായി പ്രവർത്തിക്കണം. റെസ്പോൺസിബിൾ ഓഫീസർ ചീഫ് സെക്രട്ടറി, ഇൻസിഡന്റ് കമാൻഡർ സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണർ, സ്റ്റേറ്റ് ഇൻസിഡന്റ് കമാൻഡേഴ്സ് ആയി പ്രവർത്തിക്കുന്നത് ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ വകുപ്പിന്റെ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ്. ഇത് സംസ്ഥാന തലത്തിൽ. ഇനി ജില്ലാ തലത്തിലേക്ക് വരാം. അവിടെ ഇൻസിഡന്റ് കമാൻഡറും റെസ്പോൺസിബിൾ ഓഫീസറും മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്, നോക്കാം. ജില്ലാതല ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം. ജില്ലയുടെ പരമാധികാരി ആരാണ്? ജില്ലാ കളക്ടർ. സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറി പോലെയാണ് ജില്ലയിലെ ജില്ലാ കളക്ടർ. അപ്പോൾ റെസ്പോൺസിബിൾ ഓഫീസർ എന്ന് പറയുന്നത് ആരായിരിക്കും? ജില്ലാ കളക്ടർ ആയിരിക്കും. റെസ്പോൺസിബിൾ ഓഫീസർ ജില്ലാ കളക്ടറാണ്. ഇൻസിഡന്റ് കമാൻഡർ അതിന് തൊട്ട് താഴെയുള്ള ഡെപ്യൂട്ടി കളക്ടർ. ഓക്കെ, ഇനി താലൂക്ക് ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം. അവിടെ റെസ്പോൺസിബിൾ ഓഫീസർ ആരാണ്? ഡെപ്യൂട്ടി കളക്ടറാണ്. തഹസിൽദാർ എന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞു കളയരുത്. ജില്ലാതല ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിൾ ഓഫീസർ ജില്ലാ കളക്ടറാണ്. ഇൻസിഡന്റ് കമാൻഡർ ഡെപ്യൂട്ടി കളക്ടറാണ്. എന്നാൽ താലൂക്ക് ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിൾ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടറാണ്. ചിലപ്പോൾ നമ്മൾ തഹസിൽദാർ എന്ന് വിചാരിക്കും. ഇൻസിഡന്റ് കമാൻഡറായി പ്രവർത്തിക്കുന്നത് തഹസിൽദാറുമാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? സംസ്ഥാനതല ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം, റെസ്പോൺസിബിൾ ഓഫീസർ ചീഫ് സെക്രട്ടറി, ഇൻസിഡന്റ് കമാൻഡർ സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണർ. കൂടാതെ ഇൻസിഡന്റ് കമാൻഡർമാരായി നിർണ്ണയിക്കപ്പെട്ടുള്ള മറ്റുള്ളവരാണ് ചീഫ് സെക്രട്ടറിയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ജില്ലാതല ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം റെസ്പോൺസിബിൾ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി കളക്ടർ. താലൂക്ക് ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിൾ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടറും ഇൻസിഡന്റ് കമാൻഡറായി പ്രവർത്തിക്കുന്നത് തഹസിൽദാറുമാണ്.
ഔദ്യോഗിക ദുരന്ത മുന്നറിയിപ്പ് ലഭ്യമായ മൊബൈൽ ആപ്ലിക്കേഷൻ. ഔദ്യോഗിക ദുരന്ത മുന്നറിയിപ്പ് ലഭ്യമായ മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് QK ക്യൂ കോപ്പി എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ക്യൂ KOPI. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകുവാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ QKOP. അടുത്ത് പറയുന്നു, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് അറിയുവാൻ കേരള IT മിഷൻ പുറത്തിറക്കി. കാലാവസ്ഥ വ്യതിയാനങ്ങളെ കുറിച്ച് അറിയുവാൻ കേരള IT മിഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് എം കേരള മെറ്റീരിയോളജിക്കൽ കാലാവസ്ഥ. അത് വെച്ച് ലിങ്ക് ചെയ്യാം. കാലാവസ്ഥ വ്യതിയാനങ്ങളെ കുറിച്ച് അറിയുവാൻ കേരള IT മിഷൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് എം കേരള. മിന്നലുണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കുവാനും മിന്നലുണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കുവാനും നമ്മൾ നിൽക്കുന്ന സ്ഥലം സുരക്ഷിതമാണോ അതോ മിന്നലുണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാനും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ദാമിനി. മിന്നലുണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കുവാനും നമ്മൾ നിൽക്കുന്ന സ്ഥലം സുരക്ഷിതമാണോ എന്ന് ഉറപ്പാക്കുവാനും വേണ്ടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ദാമിനി എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ ഔദ്യോഗിക ദുരന്ത മുന്നറിയിപ്പ് ലഭ്യമായ മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് 3 നമ്മൾ പറയുക. എന്തൊക്കെ? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകാൻ ഉപയോഗിക്കുന്ന സംവിധാനം QKOP എന്നാണ് നമ്മൾ പലപ്പോഴും പറയുക. QKOP. കാലാവസ്ഥ വ്യതിയാനങ്ങളെ കുറിച്ച് അറിയുവാൻ കേരള IT മിഷൻ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് എം കേരള മെറ്റീരിയോളജിക്കൽ കേരള എന്ന് വേണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറയുക. എം കേരള. ഇനി പറയുന്നു, മിന്നലുണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കുവാനും നമ്മൾ നിൽക്കുന്ന സ്ഥലം സുരക്ഷിതമാണോ അതോ മിന്നലുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ദാമിനി എന്ന പേരിൽ അറിയപ്പെടുക. ഇടിമിന്നൽ എന്ന് പറയുന്ന അപകടം പിടിച്ചതാണ്, നമുക്കറിയാം അല്ലെ. അടുത്ത് പറയുന്നു, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി വോളണ്ടിയർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിനായി കോട്ടയം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ആബ്ദമിത്ര പദ്ധതി ആവിഷ്കരിക്കുന്നത് ആരാണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ദുരന്ത പ്രതികരണ മാർഗരേഖയായി കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണമാണ് ഓറഞ്ച് ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുക. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി വോളണ്ടിയർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിനായി കോട്ടയം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ആബ്ദമിത്ര. പദ്ധതി ആവിഷ്കരിക്കുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ദേശീയ ദുരന്ത പ്രതികരണ അതോറിറ്റി. ഓക്കെ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ദുരന്ത പ്രതികരണ മാർഗരേഖയായി കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണമാണ് ഓറഞ്ച് ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുക. റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാണ് നമ്മൾ പറയുക? ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി വോളണ്ടിയർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിനായി കോട്ടയം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ആബ്ദമിത്ര എന്ന പേരിൽ അറിയപ്പെടുക. ആബ്ദമിത്ര. ഓക്കെ, പിന്നെ പറയുന്നു, പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. ദുരന്ത പ്രതികരണ മാർഗരേഖയായി കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണമാണ് ഓറഞ്ച് ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുക. ഓറഞ്ച് ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുക. ഇനി പറയുന്നു, കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ സേന, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ദേശീയ തലത്തിലെ നാഷണൽ ഡിസാസ്റ്റർ എമർജൻസി ഫോഴ്സ് പോലെ, NDRF പോലെ, നാഷണൽ ഡിസാസ്റ്റർ ഫോഴ്സ് പോലെ, റെസ്പോൺസ് ഫോഴ്സ് പോലെ കേരളത്തിൽ രൂപീകരിച്ചതാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ മാതൃകയിൽ കേരളത്തിൽ രൂപീകരിച്ചത് 2012 NDRF എന്നാണ് രൂപീകരിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. എന്നാണ് NDRF രൂപീകരിക്കുക? 2006 അല്ലെ? 2006 ദേശീയ ദുരന്ത പ്രതികരണ സേന രൂപീകരിക്കുക, NDRF രൂപീകരിക്കുക. NDRF കടലുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? യെസ്, ഇവിടെ കേരള സംസ്ഥാന എമർജൻസി അല്ലെങ്കിൽ ദുരന്ത പ്രതികരണ സേന, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിച്ചത്
2012 മേൽനോട്ട ചുമതല ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക്. മേൽനോട്ട ചുമതല സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്. ആകെ അംഗങ്ങൾ 100 പേരാണ്. പരിശീലനം നൽകുന്നത് ദേശീയ ദുരന്ത പ്രതികരണ സേന NDRF ആണ്. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ് പരിശീലനം നൽകുന്നത്. ആർക്ക്? കേരള സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ വനിതകൾ മാത്രമടങ്ങിയ കേരളത്തിലെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. സ്ത്രീകൾ മാത്രമുള്ള ദുരന്ത പ്രതികരണ സംഘം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ. അതറിയപ്പെടുന്ന പേരെന്താണ്? പിങ്ക് അലർട്ട് എന്നാണ് അല്ലെ. യെസ്, അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഇത് ദേശീയ ദുരന്ത പ്രതികരണ സേന സംസ്ഥാന തലത്തിൽ, കേരള സംസ്ഥാനത്തിനകത്ത് ദുരന്തങ്ങൾ എന്ത് ചെയ്യണം, നേരിടുന്നതിന് വേണ്ടിയിട്ട് വിഭാവനം ചെയ്യുന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ സംവിധാനമാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ മാതൃകയിൽ കേരളത്തിൽ രൂപീകരിച്ച സേന രൂപീകരിക്കപ്പെട്ടത് 2012 മേൽനോട്ട ചുമതല ആർക്കാണ്? ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്. ഓക്കെ അല്ലേ. ആകെ അംഗങ്ങൾ 100 പേര്. പരിശീലനം നൽകുന്നത് ദേശീയ ദുരന്ത പ്രതികരണ സേന. ദേശീയ ദുരന്ത പ്രതികരണ സേനയുമാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നു കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി. കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ദേശീയ ദുരന്ത നിവാരണ നിധിയെ പോലെ തന്നെ അതിന് സമാനമായി കേരള സംസ്ഥാനത്തുള്ള ദുരന്ത പ്രതികരണ നിധിയാണത്. കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി അഥവാ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് പ്രതിപാദിക്കുന്ന വകുപ്പ് 48(1)(a). 2005 ദുരന്ത നിവാരണ നിയമത്തിലെ 48(1)(a)യിലാണ് സംസ്ഥാന തലത്തിൽ ദുരന്ത പ്രതികരണ നിധി രൂപീകരിക്കാമെന്ന് പരാമർശിക്കുന്നത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 48(1)(a). മറക്കല്ലേ. അംഗീകൃത ദുരന്തങ്ങളിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ദുരിതാശ്വാസ സഹായത്തിന് അർഹതയുണ്ട്. ദേശീയ തലത്തിൽ അംഗീകരിച്ച ദുരന്തങ്ങൾക്കും കൂടാതെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തങ്ങൾക്കും ഇതിൽ നിന്ന് ധനസഹായം നൽകുന്നു. പോലീസിന്റെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് FIR പരിശോധിച്ചാണ് ധനസഹായം നൽകുക. 13ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് രൂപീകരിച്ചത്. ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് 75% സംഭാവന ചെയ്യുന്നു. ബാക്കി 25% സംസ്ഥാന സർക്കാർ എടുക്കണം. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ആണെങ്കിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് 90% സംഭാവന ചെയ്യുന്ന കേന്ദ്ര സർക്കാർ, ബാക്കി 10% ആര് കൈകാര്യം ചെയ്യണം? സംസ്ഥാന സർക്കാർ. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് പരാമർശിക്കുന്ന വകുപ്പ് 48(1)(a) 2005 ദുരന്ത നിവാരണ നിയമം അനുസരിച്ച്. അംഗീകൃത ദുരന്തങ്ങളിൽ മരണമടയുന്നവരുടെ ആശ്രിതർക്ക് ദുരിതാശ്വാസ സഹായത്തിന് അർഹതയുണ്ട്. ദേശീയ തലത്തിൽ അംഗീകരിച്ച ദുരന്തങ്ങൾക്കും സംസ്ഥാനത്തെ സവിശേഷ ദുരന്തങ്ങൾക്കും സഹായം നൽകുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ച ദുരന്തങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ച ദുരന്തങ്ങളും നമ്മൾ ഈ ഒരു സെഷന്റെ ആദ്യ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ. ദുരന്ത നിവാരണ നിയമം പാർട്ട് 1 പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മിക്കുക. പോലീസിന്റെ FIR പരിശോധിച്ചാണ് ധനസഹായം നൽകുക. 13ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടത്. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് 75% സംഭാവന ചെയ്യുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കേന്ദ്ര സർക്കാർ 90% സംഭാവന ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി പറയുന്നു കേരള സന്നദ്ധ സേനാ സംഘം. കേരള സന്നദ്ധ സേനാ സംഘം രൂപീകരിച്ചത് 2020 ജനുവരി മാസം 1-ാം തീയതി. കേരള സന്നദ്ധ സേനാ സംഘം രൂപീകരിച്ചതാണ് 2020 ജനുവരി 1. കേരള സംസ്ഥാനത്തെ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിച്ചതെന്നാണ് 2012. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? കേരള സന്നദ്ധ സേനാ സംഘം രൂപീകരിച്ചത് 2020 ജനുവരി 1. ജനസംഖ്യ കണക്കിലെടുത്ത് 100 പേർക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിലാണ് പ്രവർത്തിക്കുക. 16 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ അംഗമാകാം. മേൽനോട്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് കേട്ടോ. മേൽനോട്ട ചുമതല ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. അപ്പോൾ കേരള സന്നദ്ധ സേനാ സംഘം രൂപീകരിച്ചത് 2020 ജനുവരി 1-നാണ്. ജനസംഖ്യ കണക്കിലെടുത്ത് 100 പേർക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിലാണ് പ്രവർത്തിക്കുക. 16 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ അംഗമാകാനും കഴിയും. ഓക്കെ അല്ലേ? നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ? ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ, പക്ഷേ അതിന് അതിയായ പ്രാധാന്യവുമുണ്ട്. നമുക്ക് റിവിഷൻ ചെയ്തിട്ട് തുടർന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം.
ഓക്കെ. സംസ്ഥാന കാര്യനിർവഹണ സമിതി അഥവാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനം. പ്രധാന ചുമതലകൾ: ദേശീയ സംസ്ഥാന അതോറിറ്റികളുടെ പദ്ധതികൾ നടപ്പിലാക്കുക, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളുടെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കുക, ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കുക. ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 20/1. സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന സാങ്കേതിക വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ഏതൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ആവശ്യമായ ഏതൊരു രേഖയും ആവശ്യപ്പെടുവാനും ശേഖരിക്കുവാനും ഉപയോഗിക്കുവാനും അധികാരമുണ്ട്. പ്രധാന ചുമതലകൾ: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഖ്യ സംവിധാനമായി പ്രവർത്തിക്കുക, കേന്ദ്ര ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യമായ കേന്ദ്ര സഹായങ്ങൾ ലഭ്യമാക്കുക, സംസ്ഥാന തലത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ സർക്കാർ തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. പ്രധാന ലക്ഷ്യങ്ങൾ: സംസ്ഥാനത്തെ ദുരന്ത സാധ്യതകളുടെ നിരന്തരമായ അപഗ്രഥനം, ദുരന്ത പ്രവചന സാങ്കേതിക വിദ്യകളുടെ അല്ലെങ്കിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ വികസനം, ദുരന്ത വിവരശേഖരണം, ദുരന്ത ലഘൂകരണ ഗവേഷണം, സംസ്ഥാന ജില്ലാതല ദുരന്ത നിവാരണ പദ്ധതികൾ തയ്യാറാക്കുക, അടിയന്തരഘട്ട പ്രവർത്തനങ്ങളുടെ ഏകോപനം തയ്യാറാക്കുക, ദുരന്തങ്ങൾ സംബന്ധിച്ച് മെമ്മോറാണ്ടങ്ങൾ തയ്യാറാക്കുക, അവ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ ദേശീയ ദുരന്തങ്ങൾ സംസ്ഥാനത്ത് നടന്നാൽ ആ ദുരന്തങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായം ലഭിക്കുകയുള്ളൂ. സംസ്ഥാനതല ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം. റെസ്പോൺസിബിൾ ഓഫീസർ ചീഫ് സെക്രട്ടറി ആയിരിക്കും. ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണർ. സംസ്ഥാന അടിയന്തരഘട്ട കമാൻഡറായി പ്രവർത്തിക്കാൻ നിർണയിക്കപ്പെട്ടുള്ള മറ്റുള്ളവർ 2 പേര് ആരൊക്കെ? ചീഫ് സെക്രട്ടറിയും റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ജില്ലാതല ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിൾ ഓഫീസർ ജില്ലാ കളക്ടർ ആയിരിക്കും. ഇൻസിഡന്റ് കമാൻഡർ ഡെപ്യൂട്ടി കളക്ടർ. താലൂക്ക് ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം റെസ്പോൺസിബിൾ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കും. ഇൻസിഡന്റ് കമാൻഡറായി പ്രവർത്തിക്കുന്നത് തഹസിൽദാറും. ഔദ്യോഗിക ദുരന്ത മുന്നറിയിപ്പ് ലഭ്യമായ മൊബൈൽ ആപ്ലിക്കേഷൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകുവാൻ QKOPOI എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുക. QCOPI. കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ച് അറിയുവാൻ കേരള IT മിഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് M-Kerala. മെറ്റീരിയോളജിക്കൽ കേരള എന്നത് അർത്ഥമാക്കുക. മിന്നലുണ്ടാകുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അത് നമ്മുടെ അടുത്താണോ എന്ന് പരിശോധിക്കുവാനും നമ്മൾ സുരക്ഷിതരാണോ എന്ന് പരിശോധിക്കുവാനും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ദാമിനി എന്ന പേരിൽ അറിയപ്പെടുക. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി വോളണ്ടിയർമാർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിനായി കോട്ടയം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ആപ്തമിത്ര. പദ്ധതി ആവിഷ്കരിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMA. ദേശീയ പ്രതികരണ മാർഗരേഖയായി ദുരന്ത പ്രതികരണ മാർഗരേഖയായി കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം അറിയപ്പെടുന്നത് ഓറഞ്ച് ബുക്ക് എന്നാണ്. കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ സേന കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ മാതൃകയിൽ കേരളത്തിൽ രൂപീകരിച്ച സേനയാണ് 2012. മേൽനോട്ട ചുമതല ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക്. ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്. ആകെ 100 അംഗങ്ങൾ. പരിശീലനം നൽകുന്നത് ദേശീയ ദുരന്ത പ്രതികരണ സേനയാണ്. കേരള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് പരാമർശിക്കുന്ന വകുപ്പ് 48/1A. ദുരന്ത നിവാരണ നിയമത്തിലെ 2005 ദുരന്ത നിവാരണ നിയമത്തിലെ 48(1)A എന്ന വകുപ്പിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ നിധിയെക്കുറിച്ച് പറയുക. അംഗീകൃത ദുരന്തങ്ങളിൽ, അതായത് ദേശീയ ദുരന്തമായിക്കോട്ടെ സംസ്ഥാന ദുരന്തമായിക്കോട്ടെ, മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ദുരിതാശ്വാസ സഹായത്തിന് അർഹതയുണ്ട്. ദേശീയ തലത്തിൽ അംഗീകരിച്ച ദുരന്തങ്ങൾക്കും സംസ്ഥാന സവിശേഷ ദുരന്തങ്ങൾക്കും ധനസഹായം നൽകുന്നു. പോലീസിന്റെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് FIR പരിശോധിച്ചാണ് ധനസഹായം നൽകുക. 13ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് രൂപീകരിച്ചത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നാണ് പേരെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് 75% ഫണ്ട് അനുവദിക്കും. 25% സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം. കേന്ദ്രഭരണ പ്രദേശങ്ങളാണെങ്കിൽ, കൂടാതെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, സപ്തസുന്ദരികൾ എന്നറിയപ്പെടുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അല്ലെ, അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, ഈ 7 സംസ്ഥാനങ്ങളാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അഥവാ സപ്തസുന്ദരികൾ എന്ന് വിളിക്കുക. സപ്തസുന്ദരികൾ അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 90% ഫണ്ട് സംഭാവന ചെയ്യും. 10% ആ സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളോ കണ്ടെത്തണം. ഓക്കെ.
പിന്നെ പറയുന്നു കേരള സന്നദ്ധ സേനാ സംഘം രൂപീകരിച്ച 2020 ജനുവരി 1. ജനസംഖ്യ കണക്കിലെടുത്ത് 100 പേർക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. 16 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ അംഗമാകാനും കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുറപ്പിക്കുക, മുന്നോട്ട് പോവുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.